ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? പി. വത്സല. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഉത്തരം ഓപ്ഷൻ സി 15. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി EOS-04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ കെ കസ്തൂരിരംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി താലോലം. 8ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ലൂണി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏതു സംസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ എ മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഉത്തരം ഓപ്ഷൻ സി സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബിറി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ഉത്തരം ഓപ്ഷൻ ബി NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി പ്രസ്താവന 1, 2, 3 ശരിയാണ്. അതായത് ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം ആണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി? ഉത്തരം ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ സി 42ാം ഭേദഗതി. 26ാമത്തെ ക്വസ്റ്റ്യൻസ് PSC ക്യാൻസൽ ചെയ്തു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഐത്ത് നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ സി 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി.
1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഉത്തരം ഓപ്ഷൻ എ അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഉത്തരം ഓപ്ഷൻ സി മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ചാന്നാർ ലഹള. 39ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ഉത്തരം ഓപ്ഷൻ ഡി രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ ഡി 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ഉത്തരം ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഉത്തരം ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്കു വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ അഹമ്മദാബാദ് തുണിമിൽ സമരം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. തെബാഗ സമരം നടന്നതെവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഉത്തരം ഓപ്ഷൻ ബി സമ്പാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ഉത്തരം ഓപ്ഷൻ ഡി VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഉത്തരം ഓപ്ഷൻ ബി കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഉത്തരം ഓപ്ഷൻ ബി എംഫിസിമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആര്? ഉത്തരം ഓപ്ഷൻ സി സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി ആപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഉത്തരം ഓപ്ഷൻ എ ഹീലിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്.
അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ്? ഉത്തരം ഓപ്ഷൻ ബി 30 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം? ഉത്തരം ഓപ്ഷൻ സി യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? ഉത്തരം ഓപ്ഷൻ ബി ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഊഞ്ഞാലിൻ്റെ ചലനം. മാത്സ് ഉത്തരം മാത്രമാണ് പറയുന്നത്. 81 ഉത്തരം ഓപ്ഷൻ ഡി. 82 ഉത്തരം ഓപ്ഷൻ ബി. 83 ഉത്തരം ഓപ്ഷൻ സി. 84 ഉത്തരം ഓപ്ഷൻ എ. 85 ഉത്തരം ഓപ്ഷൻ ഡി. 86 ഉത്തരം ഓപ്ഷൻ ബി. 87 ഉത്തരം ഓപ്ഷൻ സി. 88 PSC ക്യാൻസൽ ചെയ്തു. 89 ഉത്തരം ഓപ്ഷൻ എ. 90 ഉത്തരം ഓപ്ഷൻ ബി. 91 ഉത്തരം ഓപ്ഷൻ ഡി. 92 ഉത്തരം ഓപ്ഷൻ സി. 93 ഉത്തരം ഓപ്ഷൻ എ. 94 PSC ക്യാൻസൽ ചെയ്തു. 95 ഉത്തരം ഓപ്ഷൻ സി. 96 ഉത്തരം ഓപ്ഷൻ ഡി. 97 ഉത്തരം ഓപ്ഷൻ ബി. 98 PSC ക്യാൻസൽ ചെയ്തു. 99 ഉത്തരം ഓപ്ഷൻ എ. 100 ഉത്തരം ഓപ്ഷൻ ഡി.